നമസ്കാരം. നാട്ടിൽ ആരെങ്കിലും ഉടുക്കാത്ത ഭ്രാന്തുമായി നടക്കുമ്പോൾ അതിനെതിരെ ഉടുത്ത ഭ്രാന്തുമായി തെരുവിലിറങ്ങിയിട്ട് എന്തുണ്ട് കാര്യം? ഗവർണറും ഭാരതാംബ വിവാദവും കോലാഹലങ്ങളും ഒക്കെ എവിടേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്? എത്ര വർഷം കുഴലിലിട്ടാലും നിവരാത്ത ഒരു വാല് നേരെയാക്കാനാണ് ഈ പ്രതിഷേധങ്ങളൊക്കെയെങ്കിൽ അത് അസ്ഥാനത്താണ്. ഗവർണർ ആയാലും ഗവർണറെ കെട്ടി എഴുന്നള്ളിക്കുന്ന പാർട്ടി ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. കേരളം മതേതര മനസ്സുള്ളവരുടെ ഒരു നാടാണ്. അത് തകർക്കാൻ വന്നവരുടെ നിക്കറിന്റെ നിറം ഏതായാലും ഇവിടെ പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല, ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ അനുകൂലിക്കുന്നവർ പോലും പരിധി വിട്ടാൽ നിങ്ങൾക്കെതിരെ തിരിയും. അളമുട്ടിയാൽ ചേരയും കടിക്കും. അതാണ് കേരളം. അതിനാൽ വെറുതെ വാശി പിടിച്ച് ഗവർണർ ഊശിയാകരുത്. വിവരം കൂടുമ്പോൾ വിവരക്കേടും കൂടും. അത്തരക്കാരാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി പൊല്ലാപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നവരോട് പറയാൻ ഇത്രയേയുള്ളൂ: ഇക്കൂട്ടരെയൊക്കെ നിഷ്കരുണം ബഹിഷ്കരിക്കുക. ഭാരതാംബയും ഭാരത ബാപ്പയും അവര് പിടിച്ച കൊടിയുടെ നിറവുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ നാട് നേരിടാനിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ജീവിതമാണ്. താൻ സൃഷ്ടിച്ച ഭാരതാംബയ്ക്കു വേണ്ടി ഗവർണർ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇത്തരത്തിൽ കുളം കലക്കുന്നവർക്ക് ഒരു ഉദ്ദേശമുണ്ടാകും. അതിൽ മീൻ പിടിക്കാൻ പക്ഷേ ഇറങ്ങുന്നവരാണ് മണ്ടന്മാർ. നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം അമ്മമാരിലേക്ക് പോകാം. തങ്ങളുടെ അടുത്തേക്ക് ഓടി അണയുന്ന മക്കളെയും കൊച്ചുമക്കളെയുമാണ് കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും തേടുന്നത്. ഗവർണറെ നേർവഴി നടത്താനും ഭാരതാംബയെ ത്രിവർണ പതാക പിടിപ്പിക്കാനും പാടുപെടുന്ന മക്കളെല്ലാം സ്വന്തം അമ്മമാരിലേക്ക് തിരിയട്ടെ. ഗുരുവായൂർ അമ്പലനടയിലും മലയാറ്റൂർ പള്ളിനടയിലുമൊക്കെ നട തള്ളുന്ന അമ്മമാരെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ച് വെറുതെ നെടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടകങ്ങളിൽ അമ്മമാരുടെ സ്ഥാനം എവിടെയാണ്? അവരോട് ഒരു ദിവസം നാം എത്ര സമയം സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് പ്രധാനം. ഇന്നാട്ടിലെ അമ്മമാരെയൊക്കെ എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമാണ് ഭരിക്കുന്നവരും ഭരണത്തെ നന്നാക്കാൻ നടക്കുന്നവരും ഇനി കണ്ടെത്തേണ്ടത്. അതാണ് ഭരണകൂടങ്ങൾ നാളേക്കുള്ള അജണ്ടയാക്കി മാറ്റേണ്ടത്. അതിനാണ് ബജറ്റിൽ മുഖ്യ പരിഗണന നൽകേണ്ടത്. എൻ ശ്രീകണ്ഠൻ നായർ എന്ന കേരളത്തിലെ വിപ്ലവ വടവൃക്ഷം അമ്മ ജാനകി അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ എന്ന പേരിൽ എഴുതിയ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പുകളിലെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഓർമ്മ വരുന്നു. അദ്ദേഹം എഴുതി: അമ്മ അനേകായിരം വിദ്യാർത്ഥികളുടെ ഗുരുവാണ്. അമ്മ സ്വന്തം മകന്റെയും ആദി ഗുരുവാണ്. അമ്മ മകനെ ഒന്നാമതായി പഠിപ്പിച്ചത് കരയാനാണ്. ഞാൻ അതിനുശേഷം വിദ്യാലയങ്ങളിലും കോളേജിലും എന്തൊക്കെയോ പഠിച്ചു. അവയിൽ ഒട്ടുമുക്കാലും മറന്നു കഴിഞ്ഞു. വിശ്വവിദ്യാലയത്തിലും ഞാൻ ചിലതെല്ലാം അഭ്യസിച്ചു. എന്നാൽ എൻ്റെ അമ്മ പഠിപ്പിച്ച ആദ്യ പാഠം പോലെ മഹത്തായ ഒരു ജ്ഞാന സൂക്തം എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമ്മേ, മൺമറഞ്ഞ എൻ്റെ അമ്മേ, ഞാൻ ഇതാ അഭിമാനം കൊള്ളുന്നു, എനിക്ക് കരയാൻ അറിയാമെന്ന്. ഭാരതാംബയ്ക്ക് വേണ്ടി കണ്ണീരിന്റെ ഭാരതപ്പുഴ തീർക്കുന്നവർ അത് തുടരട്ടെ. എത്ര തല്ലിയാലും നന്നാകാത്തവരെ തല്ലി കൈ ചീത്തയാക്കിയിട്ട് നമുക്കെന്ത് കാര്യം?